സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കാസർഗോഡ് നിന്നും തലസ്ഥാനത്തെത്തി എ ഗ്രേഡ് വാങ്ങിയ മിടുക്കരെയാണ് പരിചയപ്പെടുന്നത്. പുതിയതായി എഴുതി ചിട്ടപ്പെടുത്തിയ ഗാനം ജനം TV പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി അവതരിപ്പിക്കുകയാണ്. കാസർഗോഡ് പിലിക്കോട് സ്കൂളിൽ നിന്ന് വന്ന കുറച്ച് അതിഥികളാണ് നമ്മളെ കൂടെ ഉള്ളത്. ഇവർക്ക് ഇന്ന് ദേശഭക്തി ഗാനത്തില് എ ഗ്രേഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ +1 വിദ്യാർത്ഥികളാണ്. അപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലല്ലായിരുന്നു അല്ലേ മത്സരം? എവിടെയായിരുന്നു? നിർമ്മല ഭവൻ HSS വെച്ചായിരുന്നു ദേശഭക്തി ഗാനത്തിന്റെ മത്സരം. അപ്പോൾ അവരവിടുന്ന് മത്സരം കഴിഞ്ഞിട്ട് അവര് പ്രധാന വേദിയിലേക്ക് വന്നതാണ്. അപ്പോൾ +1 പഠിക്കുന്ന കുട്ടികളാണ്. അതിൽ ആദ്യത്തേതില്ലേ നയൻ സായിയുടെ അച്ഛൻ എഴുതി ചിട്ടപ്പെടുത്തിയ പാട്ടിനാണ് അവർക്ക് എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് അവര് ജനം ടിവിക്കും ജനം ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാടിത്തരും അല്ലേ? തുടങ്ങാലോ. ചെഞ്ചായം ഒഴുകിയ വാനം പാടുന്നു, ചെഞ്ചായം ഒഴുകിയ വാനം പാടുന്നു. അവർക്ക് ഈ പാട്ടിനാണ് ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ എ ഗ്രേഡ് കിട്ടിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മ്യൂസിക്കും ലിറിക്സും ഒരാളാണ് അല്ലേ? അപ്പൊ ആ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കോ? എൻ്റെ അച്ഛൻ തന്നെ എഴുതി ചിട്ടപ്പെടുത്തി പാട്ടാണ് പാടിയത്. അച്ഛൻ പ്രൊഫഷണൽ സിംഗറാണ്. അപ്പം സ്കൂളിൽ അച്ഛനെ കോൺടാക്ട് ചെയ്തിട്ട് അച്ഛൻ പഠിപ്പിക്കാൻ വന്ന്. അപ്പം നമുക്ക് സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റി. വളരെ സന്തോഷം. തിരുവനന്തപുരം ഇഷ്ടമായോ? നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ ആദ്യമാണോ? തിരുവനന്തപുരം ഇഷ്ടമായോ? ഇഷ്ടമായി. നിങ്ങൾക്ക് ആർക്കും കാസർഗോഡ് സ്ലാങ് ഇല്ല. ഞാൻ സാധാരണ ശ്രദ്ധിച്ചത് എല്ലാവരും ഭയങ്കര പോളിഷ് ആയിട്ടാണ് സംസാരിക്കുന്നത്. തിരുവനന്തപുരത്ത് സംസാരിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ഭക്ഷണം ഇഷ്ടമായോ? എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തോ. എല്ലാവരും ഒരേ ക്ലാസ്സിലല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ വേറെ ക്ലാസ്സിലല്ലേ? അതെ. അപ്പൊ എല്ലാവരും പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രീനന്ദ. എൻ്റെ പേര് രേവതി. എൻ്റെ പേര് ഗൗരി പാർവതി. എൻ്റെ പേര് അഭിനയ. എൻ്റെ പേര് ദേവനന്ദ. എൻ്റെ പേര് നയൻസായി. എൻ്റെ പേര് ഋതുകൃഷ്ണ. വേറെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ദേശഭക്തി ഗാനമാണ് പാടിയത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടില്ല, എല്ലാവർക്കും അറിയാൻ പറ്റുന്നുള്ളൊരു പാട്ടും കൂടെ പാടി നമുക്കൊന്ന് കളറാക്കിയാലോ? ഓക്കെ അല്ലേ? നമുക്കൊന്ന് കളറാക്കിയാലോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമ പാട്ട് അങ്ങനെ എന്തെങ്കിലും പാടി ഒന്ന് കളറാക്കാം. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഞാനും കൂടെ പാടാം. നിന്റെ കളിമേരിയാകെ ഞാനോ മനിക്കാം, ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തുടുനെറ്റിപ്പൂവിലൊരുമ്മ വയ്ക്കാം. അരയിലാടുന്ന പുളവം മൂടുന്നൊരഴകും ഞാനല്ലേ, കടലിലാടുന്ന കടകം മൂടുന്ന ശലഭം ഞാനല്ലേ, കതിരവനെതിരിടും ഇളമുളക്കിളിയുടെ ചിറകിലരികയണയാം. ഒരു വള്ളം പൊന്നും പൂവും കരിനീലച്ചാന്നും കണി കാണാ കുന്നിൽ നിന്നും തിരുവോടിക്കാടും. അഴകാണി പെണ്ണെ നിന്നെ മണിമേയിൽ ചാത്തിടാം, തുളുനാടൻ ചേരിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നല്ലേ? ഫുഡൊക്കെ ഇഷ്ടപ്പെടില്ല തിരുവനന്തപുരത്തെ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ
കാസർഗോഡ് നിന്ന് വന്ന കാസർഗോഡ് എവിടെയാണ്? പിലിക്കോട്. എനിക്ക് ഒരുപാട് പ്രാവശ്യം ഞാൻ ആ പേര് പറയാൻ ചോദിച്ചാൽ പറ്റത്തില്ല. കാസർഗോഡ് പിലിക്കോട് നിന്ന് വന്ന ഈ 7 പേർക്കും ഇനിയും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ജനം TV യുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു.